അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 10-20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പുളിയാണ്. കുറച്ച് പുളി ഇതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, ഒട്ടും അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഇനി ഒരു ചെറിയ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരല്പം കടുക് ഇട്ട് പൊട്ടിക്കാം, 1/2 ടീസ്പൂണോളം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അത് നമ്മുടെ ചമ്മന്തിയിലേക്ക് അങ്ങ് തട്ടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി താല്പര്യമില്ലാത്തവർക്ക് വെളുത്തുള്ളി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി തിരുമ്മി കഴിക്കാൻ അസല രുചിയാണ് കേട്ടോ. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാവും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബും ലൈക്കൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.